ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദുബായ് മാള്, ബുർജ് ഖലീഫ, വാട്ടർ ഡാൻസ് ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നൊരു പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബുർജ് ഖലീഫ കാണാനായിട്ട് വന്നതാണ്. ദുബായ് മാളിൻ്റെ തൊട്ട് തന്നെയാണ് ബുർജ് ഖലീഫ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പൂളും വാട്ടർ ഡാൻസും. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഒരിക്കലെങ്കിലും നമ്മൾക്ക് ദുബായിൽ വരാൻ സാധിച്ചാൽ നിങ്ങൾ ഇത് കാണാൻ വിട്ടുപോകരുത്. പെരുന്നാൾ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ദുബായ് മാളും ബുർജ് ഖലീഫയും മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ബുർജ് ഖലീഫയുടെ ലൈറ്റ് കാണാൻ വേണ്ടി തന്നെ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് കടക്കാനോ ശ്വാസം കിട്ടാനോ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയോ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറിയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഈ ബുർജ് ഖലീഫ. ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ അതിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതിമനോഹരമായിരുന്നു. കുറെ നേരം കണ്ടു നിൽക്കാനുണ്ടായിരുന്നു. ഈ ബുർജ് ഖലീഫയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഈ ലൈറ്റ് കാണിക്കൽ കഴിഞ്ഞിട്ടാണ് വാട്ടർ ഡാൻസ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ദുബായ് മാളിൽ നമുക്ക് മനോഹരമായൊരു അക്വേറിയം കാണാനുണ്ട്. വലിയൊരു അക്വേറിയമാണ്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു അക്വേറിയമാണ് ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ളത്. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ഇട്ടിട്ടുള്ള, വിവിധ തരം മത്സ്യങ്ങൾ ഇട്ടിട്ടുള്ള മനോഹരമായൊരു അക്വേറിയം. അത് കാണാനും അതുപോലെ തന്നെ ഈ ബുർജ് ഖലീഫ കാണാനുമായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അന്ന് പെരുന്നാളായതുകൊണ്ടായിരിക്കണം, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അന്ന് അവിടെ വന്നു പോയത്. നമുക്ക് അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല, അത്രയ്ക്ക് തിക്കും തിരക്കുമായിരുന്നു. കൺട്രോൾ ചെയ്യാൻ പോലീസ് വരെ അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചു. ഇത് ഫുള്ളായിട്ട് കാണാൻ സാധിച്ചു. ഇത് ദുബായ് മാളാണ് നിങ്ങളീ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ബുർജ് ഖലീഫ. അതുപോലെ തന്നെ ദുബായിൽ പണ്ടത്തെ ദുബായ് ഒന്നുമല്ല, ദുബായിൽ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളാണ് നമുക്കിപ്പോൾ കാണാനുള്ളത്. ശരിക്കും നമ്മൾ നോക്കിയാൽ നമുക്ക് നോക്കെത്താത്ത അത്ര ഉയരത്തിലാണ് ദുബായിലെ ബിൽഡിങ്ങുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഭയങ്കര ഉയരമുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രൗണ്ടിൻ്റെ മുകളിൽ കാണുന്ന ഏകദേശം അതിൻ്റെ പകുതിയോളം തന്നെ അടിയിലേക്കും ഈ ബിൽഡിങ്ങിൻ്റെ പണി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര സേഫാണ് ആ ബിൽഡിങ്ങുകളൊക്കെ. ഇനി ബുർജ് ഖലീഫയുടെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാട്ടർ ഡാൻസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ വീണ്ടും കാണിക്കുള്ളൂ. ഇനി എല്ലാവരുടെ കണ്ണുകളും വെള്ളത്തിലേക്കാണ്. വാട്ടർ ഡാൻസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ബുർജ് ഖലീഫയുടെ ലൈറ്റുകൾ കഴിഞ്ഞു. ഇനി വാട്ടർ ഡാൻസ് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ മനോഹരമായ കാഴ്ച. ലോകത്തിൽ ഇത്രയും മനോഹരമായൊരു കാഴ്ച മറ്റൊരിടത്തും കാണാനില്ല. അത്ര മനോഹരമായ വാട്ടർ ഡാൻസ് ആണ്. നമ്മൾ ഒരറ്റത്ത് നോക്കുമ്പോഴേക്കും മറ്റേ അറ്റത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരറ്റത്ത് അവസാനിക്കുന്നതിന് മുന്നായിട്ട് മറ്റേ അറ്റത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ പിന്നെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണു. ഭയങ്കര ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് ഈ വാട്ടർ ഡാൻസ് ആരംഭിക്കുന്നത് തന്നെ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഇത് മുഴുവനായിട്ട് കാണണം. നിങ്ങളൊക്കെ ദുബായിൽ പോകാൻ സാധിച്ചാൽ ഒരിക്കലും ഇത് കാണാൻ വിട്ടുപോകരുത്. ഈ ബുർജ് ഖലീഫ, ഈ വാട്ടർ ഡാൻസും കാണാതെ നിങ്ങൾ ദുബായിൽ നിന്ന് മടങ്ങിയാൽ അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചയാണിത്, അതിമനോഹരമായ കാഴ്ച. കണ്ണെടുക്കാൻ തോന്നില്ല നമുക്ക്.
ഒരു കുറച്ച് നേരമാണ് ഇതുള്ളൂ എങ്കിലും അത് കണ്ണെടുക്കാൻ തോന്നില്ല. ഇത് ഗ്യാപ്പിട്ടാണ് ബുർജ് ഖലീഫയുടെ ലൈറ്റ് കാണിക്കും കുറച്ച് നേരം, അതിന് ശേഷം ഈ വാട്ടർ ഡാൻസ് കാണിക്കും, അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീണ്ടും ലൈറ്റ് കാണിച്ച് വീണ്ടും വാട്ടർ ഡാൻസ് കാണിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചത് തന്നെ ഒരു അത്ഭുതമാണ്. എല്ലാ കണ്ണുകളും ഇപ്പോ ഈ വെള്ളത്തിലേക്കാണ്. വാട്ടർ ഡാൻസ് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയാണ് എനിക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് കാണാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് പോയി കാണാൻ സാധിച്ചത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു, ബൈ.